ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എന്തായാലും ഒന്ന് പേങ്ങാട്ടേക്ക് ഇറങ്ങുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ റിപ്പയറിന് ഉള്ള സമയമായിട്ടുണ്ട്. 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പഞ്ചായത്തിൽ നിന്ന് എന്തായാലും പെര റിപ്പയറിന് എഴുതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ നമ്മളെന്തായാലും ആധാർ കാർഡും പിന്നെ പിന്നെ റേഷൻ കാർഡും ഒക്കെ ഫോട്ടോ കോപ്പി എടുക്കണം. അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ റോട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. ഇതാണ് നമ്മളെ റോഡ്, ചെറിയ റോഡ്. അങ്ങനെ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. റോട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അവിടെ കാത്തു നിൽക്കാൻ ഉള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മളെന്തായാലും ബസ് സ്റ്റോപ്പിലേക്ക് എത്താറായി. ഒരുപാട് നേരം ബസ് കാത്തുനിന്നു. അങ്ങനെ നമ്മളെന്തായാലും നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. 11 മണിയായിട്ടോ സമയം. അങ്ങനെ നടന്നു പോകുമ്പോഴേട്ടോ നമ്മളെ മുമ്പിൽ കൂടെ തന്നെ ആ ബസ് പോയത്. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ബസ്സിൻ്റെ സമയം നമുക്കറിയില്ല. പിന്നെ അങ്ങോട്ട് നടന്നു എന്നെ. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് കേട്ടോ നമ്മളെ ഒരു എഴുന്തലയിലെ സുഹൃത്ത് സഫ്വാൻ, ഫോൺ കടയിൽ നിൽക്കണ ഒരു സഫ്വാൻ നമ്മളെ കണ്ടിട്ട് വണ്ടി നിർത്തിയത്. അങ്ങനെ അവൻ്റെ വണ്ടിയിൽ കയറി നമ്മൾ ബാങ്ങാട്ടിലേക്ക് പോയിട്ടോ. നമ്മളെ ഒരു ചങ്ക് ബ്രോ ആണ് അവൻ. അങ്ങനെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കൽ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളെന്തായാലും ബാങ്ങാട്ടിൽ നിന്ന് ഇറങ്ങിയ അപ്പോഴാണ് ഒരു നശിച്ചൊരു മഴ പെയ്തത്. അങ്ങനെ നമ്മളെന്തായാലും ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു കേട്ടോ. എന്തായാലും നമ്മളാണെങ്കിൽ കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അങ്ങനെ മഴ ചെറുതായിട്ട് തുറന്നു. അങ്ങനെ ബസ്സിൽ കയറി. അങ്ങനെ ഞാനിന്നിപ്പോൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ എഴുപതിലെ വായനശാലയുടെ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളെ സത്യേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ വീട്ടിൽ എനിക്ക് എന്തായാലും പപ്പടം കഴിക്കണ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് പോകുന്നത്. എൻ്റെ വീട്ടിൽ എന്തായാലും ഒരു പപ്പടം ഇല്ലാത്തൊരു ദിവസം ഒഴിവുണ്ടാവില്ല. അങ്ങനെ നമ്മളെന്തായാലും ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇനി ഇറങ്ങേണ്ടത് എഴുപതിലെ വായനശാലയുടെ അടുത്താണ്. അങ്ങനെ ഞാൻ സത്യേട്ടൻ്റെ വീട്ടിലേക്ക് എത്തി. പപ്പടം മേടിച്ചു. അങ്ങനെ സത്യേട്ടൻ്റെ വീട്ടിൽ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ അവർ ചെറുതായിട്ട് ഇങ്ങനെ ചെടിയും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ അക്വേറിയം, മീനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഞാൻ കുറച്ച് വീഡിയോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോഴാണ് സത്യേട്ടൻ്റെ ഭാര്യ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞത്, ഇതൊന്നും മാത്രമല്ല, ഒരുപാട് ഇനിയും എടുക്കാണ്ട്, മീനുകളുടെയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് എടുക്കടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതും എല്ലാതും എടുത്തു. അവരവിടുത്തെ ചെടിയും കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ എന്തായാലും എല്ലാവരും വന്നിട്ട് മേടിക്കുക. ഇവർ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് വിൽക്കുന്നത്. അങ്ങനെ ആ ഒരു ചേച്ചി കുറച്ച് മീനുകളെയൊക്കെ കാണിച്ചു തന്നു കേട്ടോ. നല്ല ഗപ്പികളൊക്കെ, നല്ല ഹൈ ക്വാളിറ്റി ഹൈബ്രിഡ് ഗപ്പികളാണ്. അവർ എന്തായാലും അതിൽ ഗപ്പിക്ക് വാഴയുടെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മീനുകൾ പെട്ടെന്ന് ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട്. ഒരുപാട് നല്ല മീനുകളാണ് ഉള്ളത്. ഹാഫ് ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക്, റെഡ് ടൈല്, അങ്ങനെ പലതരം, നമുക്കറിയാത്തൊരു തരം പലതരം മീനുകളുമാണ് ഇവരുടെ കയ്യിലുള്ളത്. പിന്നെ ഇവരുടെ കയ്യിൽ അക്വേറിയം കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് മീനുകളുണ്ട്. ലൊക്കേഷൻ വരുന്നത് നമ്മളെ എഴുപന്തല വായനശാലയുടെ അടുത്താണ് കേട്ടോ. റെയിൻബോ എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അവർ വീട്ടിൽ തന്നെയാണ് ഇതൊക്കെ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും കയറിയിട്ട് മേടിക്കണം. എൻ്റെ നാട്ടിൽ ഉള്ളൊരു ചേട്ടൻ്റെ മകൻ്റെയും അവരുടെ എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു കടയാണിത്. നമ്മുടെ ഒരു ആളുകൾ തന്നെയാണ് അവരും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എന്തായാലും നിങ്ങൾ ഇതുപോലത്തെ മീനുകൾ, എന്തെങ്കിലും ചെടികളും കാര്യങ്ങളും മേടിക്കും. പിന്നെ കണ്ടാട്ടോ, മണ്ണൂത്തിന്ന് മേടിച്ചാൽ നല്ല ഒന്നാം തരം കായ്ക്കണ പ്ലാത്തൈ, മണ്ണൂത്തിന്ന് മേടിച്ചാൽ. അങ്ങനെ അവിടുന്ന് ഞാൻ ബായ് പറഞ്ഞിട്ട് പോന്നു കേട്ടോ. അപ്പോഴാണ് നമ്മളെ ഒരു കൂട്ടുകാരനെ വഴിയിൽ നിന്ന് കണ്ടത്. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഞാൻ അവൻ്റെ കൂടെ പോയി. അങ്ങനെ അവൻ എന്നെ വീടിൻ്റെ അടക്കി റോഡിൻ്റെ അങ്ങോട്ടാക്കി തന്നു. അങ്ങനെ എന്തായാലും ഞങ്ങളിപ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് എത്തണേ ഉള്ളൂ. അങ്ങനെ എത്തി. അങ്ങനെ കൂട്ടുകാരൻ എന്തായാലും കൂട്ടുകാരൻ്റെ വീട്ടിലേക്കും പോയി. ഞാൻ ആണെങ്കിൽ എൻ്റെ വീട്ടിലേക്കും പോയി. ബൈ ഫ്രം ഇന്ദ്രജിത്ത്.